37 വർഷമായി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള സുധീഷ് ഏട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു സിനി ഡോക്കീസിന്റെ ബ്യൂട്ടിഫുൾ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു? കുഴപ്പമില്ല, സുഖമായിട്ട് പോകുന്നു അല്ലേ? സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 37 വർഷമായി നമ്മുടെ സിനിമാ ജീവിതം തുടങ്ങിയിട്ട്. അപ്പൊ ഈ ഒരു 37 വർഷത്തിനിടയിൽ ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. സിനിമയുമായിട്ട് ഇത്രയും വർഷങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലേക്ക് വന്നതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു സിനിമാ ജീവിതവും അതിന്റെ ഒരു എക്സ്പീരിയൻസും ഒക്കെ? ഈ 37 വർഷം എന്ന് പറയുമ്പോൾ സിനിമാ ജീവിതത്തിലാണ് നിങ്ങൾ പറയുന്ന കാര്യം. പക്ഷേ ഞാൻ എൻ്റെ ജീവിതം ആരംഭിച്ചത് തന്നെ അഭിനയത്തിലാണ്. എൻ്റെ 1ാം ക്ലാസ് മുതൽ ഞാൻ സ്കൂളിലെ സ്റ്റേജുകളിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് നാടകമായാലും മോണോക്റ്റായാലും ബാക്കിയുള്ള എല്ലാ കലാപരിപാടികളിലും പങ്കെടുത്തുകൊണ്ട് ഒരു ആർട്ടിസ്റ്റായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ മൊത്തം ജീവിതം. ഇത്രയും വർഷം 37 എൻ്റെ ഒറിജിനൽ വയസ്സ് പറയുകയാണെങ്കിൽ അത്രയും വർഷത്തോളം ഇതാണ് എൻ്റെ ഫീൽഡ്. അഭിനയമാണ് എൻ്റെ തൊഴിലായി മാറിയതാണ് കേട്ടോ. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കലാപരമായിട്ടുള്ള പല പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന് സമ്മാനങ്ങൾ ലഭിക്കുന്നു, അങ്ങനെ നടക്കുന്നു. പിന്നെ ഒരു ഡിഗ്രി ഡിഗ്രി പാസ്സായതിനു ശേഷം പൂർണ്ണമായിട്ടും നമ്മളറിയാതെ തന്നെ സിനിമ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവുകയും അങ്ങനെ നമ്മളത് തൊഴിലാക്കി മാറ്റി. അങ്ങനെ അഭിനയം എന്നുള്ള ഒരു തൊഴിലായിട്ട് വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇത്രയും കാലം ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു അഭിനയ ജീവിതത്തിലേക്ക് ചെറുപ്പത്തെ ആഗ്രഹിച്ചിരുന്നു എത്തണം എന്നുള്ളത്? ഇത് തന്നെയായിരുന്നു നമുക്ക് എല്ലാവർക്കും ഒരു പാഷൻ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഇത് തന്നെയായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും? അല്ല, സിനിമയിലേക്ക് എത്തുന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചു പോലും ഇല്ല. കാരണം നമ്മൾ അഭിനയിക്കുക അത് മാത്രമേ ഉള്ളൂ. കാരണം നല്ല നല്ല പ്രോഗ്രാമുകളും സ്റ്റേജ് നാടകങ്ങളും ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് മനസ്സിന് സുഖമുള്ള കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ തന്നെ എൻ്റെ ആഗ്രഹം. പക്ഷെ സിനിമ എന്നുള്ളൊരു വെള്ളിത്തിര നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ താരങ്ങൾ, ഇപ്പം ഞാൻ പണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സത്യൻ മാഷ് അല്ലെങ്കിൽ നസീർ സാർ, പിന്നെ വന്ന് സോമൻ ചേട്ടൻ, സുകുമാരൻ ചേട്ടൻ, മമ്മൂക്ക, ലാലേട്ടൻ, അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു വെള്ളിത്തിരയിലേക്ക് ഒരിക്കലും നമുക്കൊരു പ്രവേശനം കിട്ടുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത് അപ്രതീക്ഷിതമായി ലഭിച്ചൊരു കാര്യം തന്നെ, എൻട്രി. അപ്പം അങ്ങനെ എൻട്രി ആയതിനു ശേഷമാണ് ഞാൻ ഈ സിനിമയിലേക്ക് വന്നത്. പിന്നെ അതിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹങ്ങൾ കൂടുതൽ വന്നതിന് ശേഷമാണ്. മണിച്ചിത്രത്താഴ് അത് പറയുമ്പോൾ തന്നെ കുറെ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. റിലീസ് ചെയ്യാൻ പോവാണ്. ചെയ്തു. സോ മണിച്ചിത്രത്താഴില് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു നമ്മൾ ചെയ്തത്. സോ ആ ഒരു ക്യാരക്ടർ വന്ന വഴി, അല്ലെങ്കിൽ അത് ഇത്രയും അധികം ശ്രദ്ധ നേടും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരുന്നു ആ സിനിമയിലേക്ക് വന്നത്? അതായത് ഫാസിൽ സാർ എന്ന് പറയുന്ന സംവിധായകന്റെ വളരെ സൂപ്പറായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് എന്നെ ആ സിനിമയിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ഞാൻ അതിന് മുമ്പ് ചെയ്ത സിനിമകളൊക്കെ നല്ല സിനിമകളാണ്. അടൂർ സാറിൻ്റെ അനന്തരം, സിബി സാറിൻ്റെ മുദ്ര, KC മാധവൻ സാർ, MP സാറിൻ്റെ വേനൽക്കിനാവ്, പിന്നെ GS വിജയൻ സാർ ചെപ്പടി വിദ്യ, ഇതൊക്കെ തന്നെ നല്ല സിനിമകളും നല്ല ഡയറക്ടേഴ്സും ആണെങ്കിൽ കൂടെ കമേഴ്ഷ്യലി ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന ഡയറക്ടറാണ് ഫാസിൽ. എല്ലാ പടങ്ങളും സൂപ്പർ ഹിറ്റാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലേക്ക് ഒരു ക്ഷണം ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഞാൻ അങ്ങോട്ടും അങ്ങനെ വിളിക്കാറുമില്ല. അപ്പം അന്നത്തെ ഈ പറഞ്ഞ പോലെ ഫോൺ കോൺടാക്ട്സ് ഒക്കെ വളരെ അപൂർവമല്ലേ ഉള്ളൂ. ഞാനൊന്നത് കോഴിക്കോട്ടുകാരനാണ്, ഇവരൊക്കെ എറണാകുളം, ആലപ്പുഴ ആ ഭാഗത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ തീരെ ഇല്ല. സോഷ്യൽ മീഡിയ ഇപ്പം അടുത്താണല്ലോ സജീവമായത്. അപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം അതിലേക്ക് വിളിച്ച സമയത്ത് ഭയങ്കര സന്തോഷമായി. പടം ഹിറ്റാവോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. കാരണം മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു സിനിമയിലേക്ക് വിളിക്കുക, ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഓഫർ വരുന്നത്. മമ്മൂക്കയുടെ കൂടെ ആദ്യം അഭിനയിച്ചു, പിന്നെ മോഹൻലാലിനോട് എപ്പോഴെങ്കിലും അഭിനയിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഓഫർ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. ഫാസിൽ സാറിൻ്റെ പടം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ സമയത്ത് വേറൊരു പടത്തിന്റെ ക്ലാഷ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ നെഗ്ലക്ട് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഈ പടത്തിലേക്ക് ചൂസ് ചെയ്തു. പക്ഷെ ആ സിനിമ പിന്നെ ഒരു നീണ്ടുപോയി. ആ സിനിമ അതിൽ ഞാൻ അഭിനയിച്ചു, അത് വേറെ കാര്യം. പക്ഷെ ഈ ഒരു സംഭവത്തിൽ വന്നപ്പോൾ അന്ന് അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ലാലേട്ടൻ, സുരേഷ് ഗോപി ചേട്ടൻ, തിലകൻ ചേട്ടൻ, വേണുചേട്ടൻ, ഇന്നസെന്റും, പപ്പുവട്ടൻ, ഗണേശ് ചേട്ടൻ തുടങ്ങി എല്ലാ താരങ്ങളും വമ്പൻ സിനിമ. ഫാസിൽ സാർ എന്നുള്ള വലിയൊരു ക്യാപ്റ്റൻ അതിനകത്ത്. അപ്പോൾ ആ സിനിമ എന്തായാലും ഹിറ്റാവുമെന്ന് മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ കഥാപാത്രം, ഇവരുടെ ഇത്രയും ആളുകളുള്ളത് കൊണ്ട് എൻ്റെ കഥാപാത്രം ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് പടം ഇറങ്ങിയതിന് ശേഷമേ എനിക്ക് മനസ്സിലായി ആ പടത്തിന്റെ ആ ക്യാരക്ടറിന്റെ ഒരു പവർ എന്താണെന്ന്. ഓക്കെ, സോ ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ, ചാക്കോച്ചനുമായിട്ട് ഒരു പ്രത്യേക സൗഹൃദമുള്ള ഒരാളാണ് സുധീഷ് ചേട്ടൻ. അപ്പൊ ചാക്കോച്ചനുമായിട്ടുള്ള ഒരു സൗഹൃദം, ആ ഒരു ജേണി, അതെങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഒരു ഇത്രയും ബോണ്ട്? അത് നിങ്ങളുടെ ഒരു അഭിനയ ജീവിതത്തിലും അത് കാണാനുണ്ട്, ഒരു സ്പെഷ്യൽ ബോണ്ട് ഉണ്ട് നിങ്ങൾ തമ്മിൽ. അത് എങ്ങനെയാണ് ക്രിയേറ്റ് ആയത്? ചാക്കോച്ചനെ ശരിക്കും ആദ്യം കാണുന്നത് അനിയത്തിപ്രാവിന്റെ സമയത്ത്
എന്നെ ഫാസിൽ സാർ ആദ്യം കാസ്റ്റ് ചെയ്തു. അതിനുശേഷമാണ് നായകനെ കാസ്റ്റ് ചെയ്യുന്നത്. നായകനെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, പല കൺഫ്യൂഷൻസ്, ചില ആൾക്കാരെ വരുന്നു, പിന്നെ തീരുമാനം മാറ്റുന്നു, അങ്ങനെ 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 അവസാന ഘട്ടത്തിലാണെന്ന് തോന്നുന്നു ചാക്കോച്ചനെ കാസ്റ്റ് ചെയ്തു. അപ്പൊ എന്നെ ആദ്യമേ കാസ്റ്റ് ചെയ്ത് കൂട്ടുകാരനായിരുന്നു. അപ്പൊ ഉടനെ ഫാസിൽ സാർ എന്നെ വിളിപ്പിച്ചു, പെട്ടെന്ന് വരണം, ഷൂട്ടിംഗ് അല്ല, പെട്ടെന്ന് വരണം, ലൊക്കേഷനിലേക്ക് വരണം. അപ്പൊ ഞാൻ ലൊക്കേഷനിലേക്ക് പോയപ്പോൾ എനിക്കെന്താ മനസ്സിലായില്ല, ഷൂട്ടിംഗ് അല്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ചാക്കോച്ചനോട് അഭിനയിച്ചുകൊണ്ടിരിക്കുക, ചാക്കോച്ചനും ദിലീൻ ചേട്ടൻ തമ്മിലുള്ള സീൻ അവിടെ എടുത്തുകൊണ്ടിരിക്കുക. ഫാസിൽ സാറിന്റെ വീട്ടിൽ തന്നെ ഷൂട്ടിങ്. ഞാൻ പോയി നിന്നപ്പോൾ സാറ് സുധീഷ് വാ വാ എന്ന് പറഞ്ഞിട്ട് ചാക്കോച്ചൻ എന്നെയും കൂടെ ചേർത്തങ്ങോട്ട് നിർത്തി. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇവർ കൂട്ടുകാരാവാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, മുഖസാമ്യത്തിൻ്റെയോ എന്താണെന്നറിയില്ല, പെട്ടെന്ന് നോക്കിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മാറി. ഓക്കെ, കുഴപ്പമില്ലാതെ. അങ്ങനെയാണ് ചാക്കോച്ചനെ ഫസ്റ്റ് പരിചയപ്പെടുന്നത് ആദ്യമായിട്ട്. ആ ഒരു സൗഹൃദം, കാരണം ആ ചാക്കോച്ചൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു വലിയൊരു ക്യാരക്ടറാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ട, അതായത് ആദ്യ സിനിമയിൽ വന്ന ആർട്ടിസ്റ്റുകളോടൊക്കെ ചാക്കോച്ചന് വലിയൊരു കാര്യമാണ് എപ്പോഴും. എന്നോട് മാത്രമല്ല, എല്ലാവരും അഭിനയിച്ച എല്ലാവരും, കാരണം ആദ്യമായിട്ട് വരുന്ന ഒരാളാണല്ലോ. പിന്നെ നമ്മൾ അതേപോലെ എന്താ പറയുക, ചാക്കോച്ചനോട് ഒരു പുതിയ ആളെന്ന രീതിയിലല്ല നമ്മൾ പെരുമാറിയത്. നമ്മളൊക്കെ ഒരേപോലുള്ളൊരു ഫ്രണ്ട്സ് പോലെയാണ് ചാക്കോച്ചനോട് പെരുമാറിയത്. അപ്പോൾ ആ ഒരു സൗഹൃദം എന്നും നിലനിൽക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ എന്നുള്ള ഞാൻ പറയുന്നത്, ഗുഡ് ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് സിനിമ ചൂസ് ചെയ്യുമ്പോൾ ചൂസിയാണോ അതോ പഴയ കാലങ്ങളിലൊക്കെ നമുക്കൊരു ക്യാരക്ടർ കിട്ടുന്ന സമയത്ത് നമ്മൾ സിനിമയെ ചൂസ് ചെയ്യുമായിരുന്നോ, അതോ ഇപ്പോഴാണോ കഥാപാത്രങ്ങളെ കൂടുതൽ ചൂസ് ചെയ്യാൻ തുടങ്ങിയത്? പൊതുവെ ചൂസിങ് കുറവാണ് കഥാപാത്രം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഭിനയിക്കുക എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏത് വേഷമാണെങ്കിലും, ചെറിയ വേഷമാണെങ്കിലും വലിയ വേഷമാണെങ്കിലും പോയിട്ട് അഭിനയിക്കുക എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ ദൈവം സഹായിച്ച് എന്നെ അത്യാവശ്യം പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾക്കാണ് വിളിക്കാറുള്ളത്. അപ്പം ഞാൻ പലപ്പോഴും എന്നെ ഡയറക്ടറോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ആളോ വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഇത് അത്യാവശ്യം എന്തെങ്കിലും ചെയ്യണ്ടോ, അത്യാവശ്യം അഭിനയിക്കാൻ, അല്ലെങ്കിൽ പിന്നെ സുധീഷിനെ വിളിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയുള്ളൊരു, അപ്പം പൊതുവെ അങ്ങനെയാണ് എന്നെ വിളിക്കാറുള്ളത്. അപ്പം എല്ലാത്തിലും അത്യാവശ്യം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് എപ്പോഴും എന്നെ വിളിക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചൂസ് ചെയ്യാവേണ്ട ആവശ്യമില്ല, അവർ തന്നെ നല്ല ക്യാരക്ടേഴ്സിനെ വിളിക്കാറുള്ളത്. വളരെ മോശം, നമുക്ക് തീരെ താല്പര്യം അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി ടൈപ്പ് ക്യാരക്ടേഴ്സിന്റെ പിറകിയുള്ള അതേപോലത്തെ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ ചിലത് ഒഴിവാക്കും, അത്രേ ഉള്ളൂ. ഒരു വലിയൊരു ചൂസി ഒരിക്കലും ഉണ്ടാകാറില്ല. പക്ഷെ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ തീവണ്ടി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം കുറച്ച് ഏജ്ഡ് കഥാപാത്രങ്ങൾ കൂടുതൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഏജ്ഡ് കഥാപാത്രങ്ങളിൽ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതായത് നല്ല ആളായിട്ടും അല്ലെങ്കിൽ നെഗറ്റീവ് കഥാപാത്രങ്ങളായിട്ടും ഒക്കെ തന്നെ. ശരിക്കും സുധീഷ് ഏട്ടൻ ചെയ്യുന്ന ഒരു ജോണർ ഒരുപാട് വ്യത്യാസമായി. കുറച്ച് സീരിയസ് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡെപ്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ശരിക്കും ആക്ടർ സുധീഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പിക്ചറുണ്ട്, ചേട്ടൻ ചെയ്തു വെച്ചിരുന്ന കുറച്ച് ക്യാരക്ടറുകളുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പം ഭയങ്കര ഒരു ചേഞ്ചാണ്, ഒരു ഷിഫ്റ്റാണ് നടന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ചോദിച്ചത്, സിനിമ അങ്ങനെ പുതിയതായിട്ട് ചൂസ് ചെയ്യും. പുതിയതായിട്ട് ഇപ്പൊ അങ്ങനെ ചൂസിങ്ങിന്റെ ആവശ്യം വരാറില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ നല്ല ക്യാരക്ടേഴ്സിൽ തന്നെയാണ് എന്നെ വിളിക്കാറുള്ളത്. അപ്പം ചില സിനിമകൾ ചെയ്യാൻ ഡേറ്റ്സ് ക്ലാഷോട് പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. അതൊക്കെയാണ് നമ്മുടെ പുതിയ സിനിമയുടെ വിശേഷം. അതിന് നമ്മളെ പുതിയ അതൊരു ചോദിച്ചിട്ടില്ല. അതെ, ഞാനും പറഞ്ഞു ഈ കഥാപാത്രം എന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു. അല്ല, ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ പ്രതിഭ ട്യൂട്ടോറിയൽസ് എന്ന സിനിമയെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ടൈം കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ്. ഒരു 2 മണിക്കൂർ നല്ല രസകരമായിട്ട് ഒന്നും ആലോചിക്കാതെ പോയിട്ട് നല്ല ചിരിച്ച് രസിച്ചിരിക്കാൻ പറ്റിയ ഒരു സിനിമയായിരിക്കും. പിന്നെ നമുക്ക് കുറെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറെ എഫക്റ്റുകൾ, ഓർമ്മകളൊക്കെ വരുന്നൊരു സിനിമയായിരിക്കും. നാട്ടിൻപുറത്തുള്ളൊരു കഥയാണ്. നാട്ടിൻപുറത്തുള്ള 2 ചെറുപ്പക്കാർ ഒരു സ്ഥാപനം, ഒരു പണിയില്ലാതിരിക്കുന്ന 2 ചെറുപ്പക്കാർ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഒരു ട്യൂട്ടോറിയൽ ആരംഭിക്കുന്നതാണ് കഥ. അപ്പോൾ അതിന് രസകരമായ കുറേ മുഹൂർത്തങ്ങളാണ് പടത്തിൽ മൊത്തത്തിലുള്ളത്. അതിൽ കോമഡി ഉണ്ട്, പ്രണയമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ രസകരമായ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളാണ്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമയായിരിക്കും. ഞാൻ ഈ പ്രതിഭ ട്യൂട്ടോറിയൽസ് ആണല്ലോ പടത്തിന്റെ പേര്. പ്രദീപനും ഭരതനും, അതാണ് 2 മെയിൻ ക്യാരക്ടേഴ്സ്. അത് 2 പേരും കൂടെ കൂട്ടിയിട്ടാണ് പ്രതിഭ എന്ന് പറയുന്ന പേരായി. അതിൽ ഭരതൻ എന്നുള്ള കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്, പ്രദീപനായിട്ട് നിർബൽ പാലായി ചെയ്യുന്നു. അപ്പോ അങ്ങനെയാണ് ആ പ്രതിഭ ട്യൂട്ടോറിയൽസ് ഉള്ള പേര് വരുന്നത്. ഈ പ്രതിഭ ട്യൂട്ടോറിയൽസ് ശരിക്കും പറഞ്ഞാൽ പണ്ട് എൻ്റെ അച്ഛൻ, സിനിമയിലെ കാര്യമായിട്ടോ പറയുന്നത്,
അച്ഛൻ പണ്ട് തുടങ്ങി വെച്ച അല്ലെങ്കിൽ ഗംഭീരമായിട്ട് നടത്തിക്കൊണ്ട് പോന്നിരുന്ന ഒരു ട്യൂട്ടോറിയലായിരുന്നു അത്. അദ്ദേഹം മരിച്ചതിന് ശേഷം അത് കാലഘട്ടപ്പെട്ടു പോയി പൊടി പിടിച്ച് കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. അപ്പൊ എന്നാ ഇത് വെച്ച് നമുക്ക് മുതലെടുക്കാം എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുന്ന ഒരു പരിപാടിയാണ്. വലിയ കഴിവും കാര്യം ഉണ്ടായിട്ടല്ല, ഒരു സ്ഥാപനം ആരംഭിച്ചിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം, അത്രേ ഉള്ളൂ. ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നികത്തണം. ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ടുള്ള ഒരു സ്വപ്നത്തിലൊരു സ്ഥാപനം തുടങ്ങുന്നു. ഓക്കെ, സിനിമയിൽ അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, റിയൽ ലൈഫിൽ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ചേട്ടൻ ഒരു നടനാവണം, അല്ലെങ്കിൽ ഈ ഒരു ആക്ടിങ് കരിയറിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അച്ഛന്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അച്ഛനും നടനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതെങ്ങനെയായിരുന്നു? അല്ല, അച്ഛൻ എൻ്റെ ഒരു സുഹൃത്തിനെ പോലെ ചെറുപ്പം മുതലേ. അപ്പോൾ ആ ഒരു അച്ഛൻ മകൻ എന്നുള്ള ഒരു, പിന്നെ അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അച്ഛൻ മകൻ പല കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റൂല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതൊന്നുമില്ലായിരുന്നു. കാരണം അച്ഛൻ കുറെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. അച്ഛൻ്റെ അച്ഛൻ എന്ന് പറയും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ കലാപരമായിട്ടുള്ള ഫീൽഡിലേക്ക് വിടാൻ പേടിയാണ്. കാരണം അതിനൊരു നിലനിൽപ്പില്ലല്ലോ എന്നുള്ള രീതിയിൽ. കാരണം അതിനൊരു എന്തെങ്കിലും ജോലി നേടുക എന്നുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊക്കെ വെട്ടിപ്പൊളിച്ചുകൊണ്ട് അച്ഛൻ രണ്ടും കൂടി ചെയ്തു. ജോലിയും നേടി, ആ സമയത്ത് അഭിനയമായിട്ട് അച്ഛൻ മുന്നോട്ട് പോയി. സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും നാടക പ്രവർത്തനവും നാടക അഭിനയമായിട്ടൊക്കെ അച്ഛൻ മുന്നോട്ട് പോയി. അപ്പൊ അതുകൊണ്ട് തന്റെ മകനും അങ്ങനെ ഒരു റെസ്ട്രിക്ട്നെസ് വരരുത് എന്നുള്ള രീതിയിൽ എന്നെ വളരെ ഫ്രീ ആയിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തത്. ജോലി നേടണം എന്നൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു കരിയർ ചൂസ് ചെയ്തതിൽ ജോലി നേടണം വെച്ചാൽ ഈ കരിയറിനെ വിശ്വസിക്കാൻ പറ്റൂലല്ലോ. ഇത് എപ്പോഴാണ് നിന്ന് പോകുമെന്ന് പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ആ ഒരു പേടി അച്ഛൻ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ കൂടെ ഈ ഒരു സ്വാതന്ത്ര്യം തന്നിരുന്നു. പക്ഷെ ഒരു പ്രത്യേക ഘട്ടത്തിൽ, അതായത് ഡിഗ്രി പാസ്സായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മണിച്ചിത്രത്താഴ് ഇറങ്ങിയ സമയത്താണ്. അപ്പോൾ ആ സിനിമ അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ സിനിമയുടെ വീട്ടിൽ അങ്ങ് പോയി. പിന്നെ വേറൊരു ജോലിക്ക് പോയിട്ട് ഒരു ആവശ്യം വരുന്നില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട, ഭയങ്കര ആഗ്രഹിക്കപ്പെട്ട ഒരു തൊഴില് നമ്മളെ തേടി ഇങ്ങോട്ട് എത്തി. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോയി ഇത്രയും കാലം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു ജോലിയിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. അതൊരു വലിയ ഭാഗ്യമാണ്. 17 വർഷക്കാലം സിനിമയിൽ നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതൊരു വലിയ കാര്യമാണ്. ഇത്രയും കാലം ആ സിനിമയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, സിനിമയിൽ തന്നെ നിന്ന് പോകാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത്. കാരണം ചേട്ടൻ പറഞ്ഞതുപോലെ സിനിമയാണ്, എപ്പോ വേണമെങ്കിലും നിൽക്കാം, എപ്പോ വേണമെങ്കിലും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ വേറെ ഞാൻ പറഞ്ഞത് അങ്ങനെ നിൽക്കാന്നുള്ളത് അങ്ങനെ ഞാനങ്ങനെ അടിയുറച്ച് പറയുന്നതല്ല. കാരണം കഴിവുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചെയ്ത ജോലിയോട് വളരെ ആത്മാർത്ഥതയോടെ കഥാപാത്രത്തെ കാണുകയും സമീപിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും നിന്നു പോകേണ്ട ആവശ്യം വരുന്നില്ല. അദ്ദേഹത്തെ തേടി വരും സിനിമ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി. ഒരു സമയത്ത് ചില ആർട്ടിസ്റ്റുകൾ, ഞാൻ പൊതുവെയുള്ള മലയാള സിനിമയിലെ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. ഇപ്പോൾ കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അത് തന്നെ കോമഡി ക്യാരക്ടേഴ്സ് തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ചേഞ്ച് വന്നു. കോമഡി കഥാപാത്രങ്ങൾ ചെയ്തിരുന്ന വ്യക്തികൾ തന്നെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്ദ്രൻ സേട്ടൻ, അതൊക്കെ ഒരു വലിയ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നുണ്ട്, ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് എന്ന് തോന്നി തുടങ്ങിയ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഒരു സെക്കൻഡ് ഒരു ഇന്നിങ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ തീവണ്ടി മുതലാണ് എനിക്ക് ചെറിയൊരു വേറൊരു കഥാപാത്രങ്ങളിലേക്ക് ഒരു വഴിത്തിരിവായി. അപ്പോൾ അതിനുശേഷം വന്ന കഥാപാത്രങ്ങളൊക്കെ തന്നെ എനിക്ക് ഗംഭീരമായിട്ട് വ്യത്യസ്തമായ വേഷങ്ങളായിരുന്നു. അപ്പോൾ അതിൽ സീരിയസും ഉണ്ട്, അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. സീരിയസും ഉണ്ട്, അതേ സമയത്ത് ഹ്യൂമറും രണ്ടും മിക്സ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഈ പ്രതിഭ ട്യൂട്ടോറിയൽസിൽ ഈ പറഞ്ഞ പോലെ ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമറാണ്. അതായത് നമ്മൾ വെറുതെ ഒരു കഥാപാത്രത്തിന് കോമഡി പറയല്ല, ആ സിറ്റുവേഷൻ ഹ്യൂമറാണ്. ആ ഹ്യൂമർ അനുസരിച്ചുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അതനുസരിച്ചായിരിക്കും നമ്മൾ പെർഫോം ചെയ്യാൻ. അപ്പൊ അത് ഹ്യൂമറായിട്ട് പുറത്തേക്ക് വരുന്നതാണ് അതിന്റെ രീതി. ഇത്രയും സിനിമകൾ നമ്മൾ ചെയ്യുന്നു, ഫാമിലി സപ്പോർട്ട് ഒബ്വിയസ്ലി ഇതിനു മുമ്പുള്ള ഇന്റർവ്യൂസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? ഇല്ല സിനിമ ഇത്ര ഈ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ അവര് ബേസിക്കലി, അതോ കണ്ടഭിപ്രായം പറയാറുണ്ടോ? ക്രിട്ടിസൈസ് എന്റെ ഫാമിലി തന്നെയാണ്. കാരണം അവരെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ തുറന്നു പറയുള്ളൂ. കാരണം ബാക്കിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ പറയും. പക്ഷെ അതല്ല, അതിന്റെ ചില കാര്യങ്ങളും പിന്നെ അച്ഛൻ പണ്ട് ചെറിയ അച്ഛനും അങ്ങനെ ഒരുപാട് മോശപ്പെട്ട രീതി പറയൂല. പക്ഷേ അത് നമ്മൾ ചെറിയ കറക്ഷൻസ് അത് നമ്മൾ മനസ്സിലാക്കണം. അറിയാത്ത രീതിയിൽ പറഞ്ഞു തരും. അതേപോലെ നമ്മുടെ ഫാമിലിയിൽ നിന്നും വൈഫാണെങ്കിലും എൻ്റെ മകനാണെങ്കിലും ഒക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു തരും. അത് നമ്മൾ എല്ലാം എടുക്കണമെന്നില്ല കേട്ടോ. കാരണം അവർ പറയുന്നത് കറക്റ്റ് ആവണമെന്നില്ലല്ലോ. പക്ഷെ എങ്കിൽ കൂടെ അത് നമ്മൾ മനസ്സിലാക്കണം. വൈഫാണല്ല, മകനല്ല, ഏതൊരു പ്രേക്ഷകനാണെങ്കിലും പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അത് ചിലപ്പോൾ അവർ പറയുന്നത് ശരിയായിരിക്കാം, അല്ലെങ്കിൽ അത് പിന്നെ തെറ്റാണെങ്കിൽ നമ്മളത് അങ്ങനെ വിടാം, ശരിയാണെങ്കിൽ നമ്മൾ അനുസരിച്ച് അടുത്ത തിരുത്തൽ നടത്താം.
ഒരിക്കലും നമ്മളൊരു പൂർണ്ണനല്ല ഒരു കാര്യത്തിൽ, പ്രത്യേകിച്ച് ഈ കലാപരമായുള്ള കാര്യത്തിൽ. ഇത് എത്ര പഠിച്ചാലും ഇതിന് അവസാനമില്ല. അഭിനയത്തിന്റെ കാര്യത്തിലാണ്, സംഗീതത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്നിനും അവസാനമില്ല. ഇത് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുക തന്നെയാണ് ഇതിന്റെ കാര്യം. ഒരിക്കലും നമ്മൾ ഏറ്റവും വലിയ നടൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കാനേ പാടില്ല. പുതിയ പ്രൊജക്ടുകൾ ഏതൊക്കെയാണ്? പുതിയത് ഇനിയിപ്പോ ഒന്ന് ഈ പടം പ്രതിഭ ട്യൂട്ടോറിയൽസ് ഓണത്തിന് റിലീസാവും. പിന്നെ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞിട്ട് ടൊവിനോയുടെ പടം ARM അതും ഓണത്തിന് റിലീസാവും. പിന്നെ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന MA നിഷാദിന്റെ ഒരു പടം, ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വരാനുള്ള സിനിമകൾ ഞാൻ ഇന്നലെ ഔപചാരികമായി നിഷാദ് സാറിനെ കണ്ടിരുന്നു. ആണോ? ശരി. അപ്പൊ പിന്നെ ഇനിയിപ്പോ 2 പ്രൊജക്ടുകൾ അഭിനയിക്കാനുണ്ട്, പുതിയത് 2 അല്ല 3 പ്രൊജക്ടുകൾ ചെയ്യാനുണ്ട്. തുടങ്ങും. ഓക്കെ, സിനിമ നമ്മൾ ചൂസ് ചെയ്യുവാണോ അതോ സിനിമ നമ്മളെ തേടി വരുവാണോ? ഒരു അഭിപ്രായമുണ്ട്. സിനിമ നമ്മളെ തേടി വരുവാണ്. അല്ല, ചൂസ് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്, ചൂസ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല ഞാൻ, അതാ പ്രശ്നം. സിനിമ നമ്മളെ സൗഹൃദങ്ങളിൽ നിന്നാണ് സിനിമ കൂടുതൽ സംഭവിക്കുന്നത് അതോ അല്ലെങ്കിൽ അങ്ങനെ ആവണമെന്നില്ല. സൗഹൃദങ്ങളോട് സംഭവിക്കാം, സൗഹൃദങ്ങളോട് തീർച്ചയായിട്ടും നമുക്ക് വേഷങ്ങൾ ലഭിക്കാം, ഒക്കെ ശരിയാണ്. പക്ഷെ സൗഹൃദം മാത്രമല്ല കാര്യം, നമുക്ക് അഭിനയിക്കാൻ കൂടെ അറിയണം തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ ഞാൻ ഒരു പ്രോജക്റ്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് അതിനകത്ത് കയറി കൂടിയിട്ട് വേഷം പറിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കാറില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ അങ്ങോട്ട് പോയി ചൂസ് ചെയ്യാറില്ല എന്നുള്ള കാര്യം. അപ്പൊ കൂടുതലായിട്ടും എന്നെ ഇങ്ങോട്ട് തേടി വരുന്നത് 37 വർഷങ്ങൾ മലയാള സിനിമയിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ജേണിയിലൂടെ പോകുമ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നു ഇപ്പം സിനിമയ്ക്കകത്തും പുറത്തും ഒക്കെ. ആ മാറ്റങ്ങളെല്ലാം കണ്ടൊരു വ്യക്തിയാണ്. അപ്പം എന്തൊക്കെ ചേഞ്ചസ് ആണ് ആ ഒരു സിനിമ, പല രീതിയിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, വ്യത്യസ്തമായ സിനിമകൾ ഒക്കെ ഇറങ്ങി തുടങ്ങി. ആ ഒരു മാറ്റത്തെ കുറിച്ച് എന്താ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം? മാറ്റം എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സിനിമയിൽ പ്രതിഫലിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെയാണല്ലോ സിനിമ റിലേറ്റഡ് അല്ലേ വിത്ത് സമൂഹം, സൊസൈറ്റിയായിട്ട് റിലേറ്റഡ് അല്ലേ. അപ്പോൾ അവിടെ റിയാലിറ്റി സംഭവിക്കുന്നത് തീർച്ചയായിട്ടും സിനിമയിൽ ആ റിയാലിറ്റി കാണിക്കുന്ന സിനിമകളുണ്ടാവാം. അതല്ലെങ്കിൽ പിന്നെ പല ആൾക്കാരുടെ സ്വപ്നങ്ങൾ സിനിമയിലൂടെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പം തീർച്ചയായിട്ടും സമൂഹത്തിലുണ്ടാകുന്ന വ്യക്തിപരമായ മാറ്റങ്ങൾ തന്നെയാണ് സിനിമയിലും സംഭവിക്കുന്നത്. അപ്പോൾ കഥാപാത്രങ്ങൾ മാറുമല്ലോ. ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂട്ടുകുടുംബങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും, അപ്പൊ അതൊക്കെ സിനിമയാകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ആ കഥാപാത്രം ചെയ്യണം. ഇപ്പൊ അങ്ങനെ കൂട്ടുകുടുംബം പറഞ്ഞു വന്ന് അങ്ങനെ ഇല്ല. ഇപ്പൊ വളരെ എന്താ പറയാ, ഒരു ന്യൂക്ലിയർ കുടുംബം എന്നൊക്കെ പറയുന്നത് പോലെ ആ രീതിയിലേക്ക് മാറി. അപ്പൊ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ബന്ധങ്ങളിൽ വ്യത്യാസം വന്നു. അപ്പൊ അതേപോലെ സിനിമയിലും മാറ്റം വരും. ഇപ്പൊ നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇപ്പൊ പല ടൈപ്പുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ. അതായത് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇപ്പോഴുള്ള പിന്നെ സമൂഹത്തിലുള്ള മാറ്റം അനുസരിച്ചിട്ടുള്ള സിനിമകൾ ചെയ്യാൻ ലിമിറ്റേഷൻ ഉണ്ട് ഒരുപാട്. കാരണം അങ്ങനെയുള്ള കുറെ ക്യാരക്ടേഴ്സ് ഇല്ല, എല്ലാം ഒരേ ടൈപ്പ് ക്യാരക്ടേഴ്സാണ് കൂടുതൽ. അപ്പൊ നമ്മൾ പഴയ സിനിമകളും അല്ലെങ്കിൽ പഴയ കാല ചരിത്ര സിനിമകളും 90s-ലുള്ള അല്ലെങ്കിൽ 80s-ലുള്ള കാലഘട്ടങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യാൻ ഇപ്പോൾ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. കാരണം അതിൽ വ്യത്യസ്തമായ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് ലഭിക്കുക. മനസ്സിലായില്ല, ആ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ അത് അധികം ഇല്ല ഇപ്പൊ പൊതുവെ. അപ്പോൾ എന്താണെങ്കിലും നമ്മളെ തൊഴിലെന്താ, ഏത് കഥാപാത്രമാണെങ്കിലും അതനുസരിച്ച് പഠിച്ചിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഞാനത് മാക്സിമം ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള പിന്നെ എന്താ പറയാ, ഒരു വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രങ്ങളാവുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമാണ് അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് ചെയ്യാനായിട്ട്. ഈ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ, ഡിഫറെന്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ പോകാൻ പറ്റി എന്ന് തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ട്, തീർച്ചയായിട്ടും തോന്നി. ഈ അടുത്ത കാലത്താണ് പണ്ടേ പറഞ്ഞ പോലെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരു കോളേജ് കുമാരനോ അല്ലെങ്കിൽ ഒരു അനിയന്റെ കഥാപാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നൊക്കെ, പക്ഷെ അതൊക്കെ നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മൾ തൊഴിൽ എന്നുള്ള രീതിയിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്, ജീവിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ തെറ്റ് പറയുന്നതല്ല, അതൊക്കെ അതെ 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 അതെ. ഇപ്പം വലിയേട്ടെന്നുള്ള സിനിമ ചെയ്തപ്പോൾ അതിൽ അനിയനായിട്ട് അഭിനയിച്ചു മമ്മൂക്കയുടെ. അപ്പോൾ അതോടനുബന്ധിച്ചിട്ട് കുറേ സിനിമകൾ അനിയനായിട്ട് വന്നു. അപ്പം അതിനകത്ത് ഇപ്പൊ സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ അത് ഹിറ്റാകുമ്പോഴാണ് കുറച്ചുകൂടെ പേര് കിട്ടുന്നത്. ഇപ്പൊ വലിയേട്ടനാണെങ്കിലും ബാലേട്ടനാണെങ്കിലും ഒക്കെ തന്നെ. അപ്പൊ അല്ലാതെയും കുറെ അനിയന്മാരെയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ തൊഴിലിന്റെ ഭാഗമായിട്ട് അങ്ങനെ പോകും.
പക്ഷെ നമ്മളെ ആഗ്രഹം എന്താ, ഡിഫറെൻ്റ് ആയിട്ട് ഓരോ ക്യാമറയ്ക്ക് മുമ്പ് നമ്മൾ ഓരോ ഫ്രെയിം വെക്കുമ്പോഴും നമുക്ക് എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഭാഗ്യം, അത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യും. താങ്ക് യു സോ മച്ച് സുധീഷ് ചേട്ടാ. പിന്നെ ഒരുപാട് കാലം ഇതുപോലെ തന്നെ മലയാള സിനിമയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് നടന്മാരാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൽ ഒരു നടനായിട്ട് ഇങ്ങനെ നിലനിൽക്കട്ടെ, ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, ഇനി ഒരുപാട് പുതിയ പ്രൊജക്റ്റുകൾ വരട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.